CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും തെരഞ്ഞെടുപ്പ് കാലത്ത് നാണക്കേടിലാക്കിയ പത്തനംതിട്ടയിലെ കയ്യാങ്കളിയിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കുമെന്നാണ് തീരുമാനം. മുതിർന്ന നേതാക്കളെ ഏറ്റുമുട്ടിയ കയ്യാങ്കളി സംഭവത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടപടി മതിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് മുതിർന്ന നേതാക്കളായ A. പത്മകുമാർ, PB ഹർഷകുമാർ എന്നിവർ തമ്മിലാണ് കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായത്. തോമസ് ഐസക്കിന്റെ പ്രചാരണം പോരെന്ന് പറഞ്ഞായിരുന്നു കയ്യാങ്കളി. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു കയ്യാങ്കളിയും നടന്നിട്ടില്ലെന്നായിരുന്നു CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ വിശദീകരണം. അതേസമയം യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവൻ ചില തർക്കങ്ങൾ യോഗത്തിലുണ്ടായതായി സമ്മതിക്കുന്നുമുണ്ട്. പത്തനംതിട്ടയിലെ സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന നേതൃത്വം. കയ്യാങ്കളി നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവനോട് സംസ്ഥാന നേതൃത്വം വിശദമായ വിവരങ്ങൾ തേടി. അടിയന്തര ഇടപെടലിന്റെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇതിനായി ഒരു സംസ്ഥാന നേതാവിന് മണ്ഡലത്തിന്റെ ചുമതല നൽകും. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി VN വാസവൻ, KJ തോമസ്, പുത്തലത്ത് ദിനേശൻ എന്നിവർക്കാണ് പത്തനംതിട്ട മണ്ഡലത്തിന്റെ ചുമതല. നിലവിലെ സാഹചര്യത്തിൽ ഒരാൾക്ക് മാത്രം ചുമതല നൽകിക്കൊണ്ടുള്ള ബദൽ സംവിധാനത്തിലാണ് സംസ്ഥാന നേതൃത്വം ഒരുങ്ങുന്നത്. ജില്ലയിലെ നേതാക്കളുടെ ചേരിപ്പോരിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികളൊന്നും വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾക്കെതിരെ നടപടിയെടുത്താൽ അത് പാർട്ടി പൊട്ടിത്തെറി സ്ഥിരീകരിക്കപ്പെടുന്നതിന് കാരണമാകും. വോട്ടെണ്ണലിന് ശേഷം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, പത്തനംതിട്ട.